ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമെലോൺ കേസിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ വലയിലായതോടെ പുറത്തുവരുന്നത് ഈ മേഖലയിൽ നടക്കുന്ന ഇടപാടുകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. എഡിസന് ആഗോള ലഹരി ഇടപാട് സംഘങ്ങളുമായി അടുത്ത ബന്ധമെന്ന് NCB വ്യക്തമാക്കുന്നു. 2021 മുതലാണ് ലഹരി ഇടപാടുകൾ ഇയാൾ തുടങ്ങിയത്. ഏകദേശം 1000-നടുത്ത് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ കോടികളാണ് എഡിസന്റെ കയ്യിലേക്ക് വന്നത്. ഇതെല്ലാം പല മേഖലകളിൽ നിക്ഷേപിച്ചു എന്നതാണ് വിവരം. ഇതിനുള്ള തെളിവുകളെല്ലാം NCBക്ക് കിട്ടി. എഡിസന്റെ വീടിന് മുന്നിൽ ഉയരുന്ന വമ്പൻ കെട്ടിടം, ഇതിനൊക്കെയുള്ള പണം ലഹരി ഇടപാടിൽ നിന്ന് തന്നെ. ഇതുപോലെ വിവിധയിടങ്ങളിൽ എഡിസൺ പണം നിക്ഷേപിച്ചെന്നാണ് വിവരം. 1 കോടിക്കടുത്ത് വരുന്ന ക്രിപ്റ്റോ കറൻസിയും നിരവധി വാലറ്റുകളും ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. കൂടാതെ എഡിസണും ഭാര്യയ്ക്കുമായി 10ഓളം ബാങ്ക് അക്കൗണ്ടുകളുമുണ്ട്. കേസിൽ അറസ്റ്റിലായ എഡിസനെയും സഹായിയും സഹപാഠിയുമായ അരുൺ തോമസിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഉടൻ ചോദ്യം ചെയ്യാനാണ് NCBയുടെ നീക്കം. എഡിസനെ പിടികൂടാൻ വീട്ടിലെത്തിയ NCB സംഘം പ്രതിയെ കുടുക്കിയത് തന്ത്രപരമായിട്ടാണ്. കെട്ടിടം വാടകയ്ക്കെടുക്കാൻ എത്തിയവരെന്ന് പരിചയപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ വന്നത്. ഒരു സംഘം എഡിസണുമായി കെട്ടിടം ഭാഗത്തേക്ക് പോയി. മറുസംഘം ഉദ്യോഗസ്ഥർ വീട്ടു പരിസരത്തും നിന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ലഹരി എഡിസൺ നശിപ്പിച്ചേനെ. ഇടപാടുകൾക്ക് എൻക്രിപ്റ്റഡ് കോഡുകളാണ് എഡിസൺ ഉപയോഗിച്ചിരുന്നത്. അത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ NCB. വിദേശത്ത് നിന്ന് വൻതോതിൽ ലഹരി വാങ്ങി പാഴ്സൽ വഴി ഇടപാടുകാർക്ക് വിതരണം ചെയ്യുകയാണ് എഡിസൺ ചെയ്തിരുന്നത്. ആഗോള LSD വിതരണക്കാരായ സോയൂസ് ശൃംഖലയിൽ നിന്നാണ് LSDയും മറ്റും വാങ്ങിയിരുന്നത്. എഡിസണിൽ നിന്ന് ലഹരി വാങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വീടുകളിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധനയും നടത്തി. ഓസ്ട്രേലിയയിലേക്ക് കെറ്റമിൻ അയച്ചതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലാണ് പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് ഉടമ ഡിയോളും ഭാര്യ അഞ്ജുവും NCBയുടെ പിടിയിലാകുന്നത്. ഇതിൽ ഡിയോളിന് എഡിസണുമായി അടുത്ത ബന്ധമുണ്ട് എന്നത് സംഭവങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. എഡിസന്റെ സുഹൃത്ത് വലയത്തിലെ കൂടുതൽ പേർക്ക് ഇത്തരം ഇടപാടുകളിൽ പങ്കാളിത്തമുണ്ടോ എന്ന് NCB അന്വേഷിക്കുകയാണ്. ഗൂഗിൾ ക്രോം ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാകാത്തതും ടോർ പോലുള്ള പ്രത്യേക ബ്രൗസറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതുമാണ് ഡാർക്ക്നെറ്റ്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുകയെന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞുകയറുക പ്രയാസം. ഇവിടെയാണ് ലഹരിയുടെ വേരറുക്കാൻ NCBയുടെ സുപ്രധാന ഇടപെടൽ നടന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ കണ്ണികൾ വലയിലാകുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലവും നിർണായകമാകും. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.